ഹായ് എവ്രി വൺ. ഇപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സൂപ്പിൻ്റെ പൊടിയാണ്. ഇത് ഹോം മെയ്ഡ് സൂപ്പ് പൗഡറാണ്. അപ്പം ഈ പൊടിക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാത്തിൻ്റെയും പേരും മെഷർമെൻറ്റ്സും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോയിൽ പറയാൻ വിട്ടുപോവുകയാണെങ്കിൽ ഐ എം റിയലി സോറി. അപ്പം ഇത് തൂർദാലുണ്ട്, മസൂർ ദാലുണ്ട്, ഉറുദാലുണ്ട്. അതായത് നമ്മൾ ദോശപ്പച്ചരി അത് പിളർപ്പ് ദോശപ്പച്ചരി, കറുത്ത സ്കിന്നോടെ കൂടിയിട്ടുള്ള പിളർപ്പ് ദോശപ്പച്ചരിയുണ്ട്. മസൂർ ദാൽ ഓറഞ്ച് കളറിലെയും പിന്നെ യെല്ലോ കളർ തൂർദാലുണ്ട് വേറെ. പിന്നെ നമുക്ക് ഈ വൈറ്റ് ലോബിയ ഉണ്ട്, അതായത് ബ്ലാക്ക് ഐഡ് പീ എന്നാണ് ഇതിന് പറയുന്നത്, ഇതേപോലെ കറുത്ത കണ്ണുള്ളത്. പിന്നെ സീഡ് മിക്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പം സീഡ് മിക്സ് പംകിൻ സീഡ്, സെസമി സീഡ്, പിന്നെ സൺഫ്ലവർ സീഡ്, അങ്ങനെയുള്ള കുറച്ച് മിക്സസ് വരുന്നുള്ളൊരു സീഡ് മിക്സ് ആണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ അരക്കപ്പ് വീതിച്ചിട്ട് മാത്രമാണ് എടുത്തത്. നമ്മൾ ചെറിയൊരു ബാച്ച് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടാണ് നമ്മൾ പിന്നത്തേക്ക് ഇത് യൂസ് ആക്കുന്നത്. പിന്നെ കുറച്ച് വറ്റൽ മുളകും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്ന് വിചാരിച്ചാൽ ഈ ഒരു മിക്സറിൻ്റെ കൂടെ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ മിക്സർ ആക്കി വെക്കാം. ഒന്നെങ്കിൽ ഫസ്റ്റ് ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് സവാളയും വെളുത്തുള്ളിയും കൂടെ ജസ്റ്റ് ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തിട്ട് വറുത്തതിന് ശേഷം നല്ല രീതിയിൽ വറുത്ത് ഇതാക്കിയിട്ട് ചൂട് മാറിയതിന് ശേഷം അത് പൊടിച്ച് കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. കാരണം നമ്മൾ സവാളയും വെളുത്തുള്ളിയും നമ്മൾ കട്ട് ചെയ്ത് കുറച്ച് പീസസ് ആയിട്ട് നമ്മൾ അതേപടി ഇടുകയാണ്. അപ്പോൾ അതിൽ ചെറിയൊരു ഈർപ്പം കാണുമല്ലോ. അപ്പോൾ പൊടി ചീത്തായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ വേറൊരു സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ സവാളയും ഗാർലിക്കിൻ്റെ പൗഡർ ആഡ് ചെയ്യാം. ഓണിയൻ പൗഡറും ഗാർലിക് പൗഡറും ആഡ് ചെയ്യാം. അതാകുമ്പോൾ നിങ്ങൾ പൊടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടി വരത്തില്ല. നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് വെളിയിൽ തന്നെ സൂക്ഷിച്ചാൽ മതി. ചെറിയ ബാച്ചിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. എന്നിട്ട് ആവശ്യാനുസരണം പുതിയ ബാച്ചിൽ ഉണ്ടാക്കാം. ആൻഡ് ഇത് കൺസ്യൂം ചെയ്യുന്നത് എങ്ങനെയെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഒരു കപ്പ് എടുക്കുക, അതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ ഈ ഒരു പൊടി ഇടുക. എന്നിട്ട് നല്ല രീതിയിൽ തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി മല്ലിയിലോ വേറെ എന്തെങ്കിലും ഓർഗാനോ എന്തെങ്കിലും ചില്ലി ഫ്ലേക്സോ ഒക്കെ ഇടണമെങ്കിൽ ഇടാം. പിന്നെ ആവശ്യാനുസരണം ഉപ്പും കുരുമുളക് പൊടി, എരിവിൻ്റെ ഇതനുസരിച്ച് നോക്കിയിട്ട് വേണം കുരുമുളക് പൊടി ഇടേണ്ടത്. നമ്മൾ വറ്റൽ മുളക് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്ര ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് രാത്രി ഡിന്നറിന് പകരം കുടിക്കാവുന്നതാണ്. ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് പറ്റിയൊരു ഐറ്റമാണിത്. ഉപ്പ് വേണമെങ്കിൽ ഇപ്പോഴേ നിങ്ങൾക്ക് ഈ പൾസസിൻ്റെ കൂടെ ഈ ദാൽസിൻ്റെ കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ആവശ്യാനുസരണം കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് വെച്ചിട്ട് പൊടിച്ച് വെച്ചിട്ട് പിന്നെ നിങ്ങൾ മിക്സ് ചെയ്ത് സൂപ്പ് കുടിക്കാൻ വേണ്ടി മിക്സ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ രുചിച്ച് നോക്കിയിട്ട് കുറച്ചുകൂടെ ഉപ്പോ കുരുമുളക് പൊടിയോ എന്താണെന്ന് വെച്ചാൽ ചേർക്കാം. അപ്പോൾ ഇപ്പം ഞാൻ ഇതിൽ ഓണിയൻ പൗഡറോ ഗാർലിക് പൗഡറോ ഒന്നും തന്നെ ഞാൻ ചേർത്തിട്ടില്ല, ഞാൻ ഒന്നും വാങ്ങിച്ചിട്ടില്ല. ആൻഡ് എനിക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ സാധാ സവാളയും വെളുത്തുള്ളിയും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നതുമില്ല. സോ ഇത് നമ്മൾ ചെറിയൊരു ഫ്ലെയിമിൽ വെച്ചാണ് നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്യുക. മൂത്ത് പോരുത്, കരിഞ്ഞു പോരുത്. മൂത്ത് പോകാതെയും കരിഞ്ഞു പോകാതെയും നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് നല്ല രീതിയിൽ ചൂടൊക്കെ മാറിയതിന് ശേഷം വേണം പൊടിച്ച് വെക്കേണ്ടത്. സോ ഇങ്ങനെ ഒരു സൂപ്പ് പൗഡർ നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കുന്നതാണ് കുറച്ചുകൂടെ നല്ല. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ റേറ്റൊക്കെ കൂടുതലായിരിക്കും. ഒരു ചെറിയ പാക്കറ്റ് പൊടിക്കുക തന്നെ നല്ല രീതിയിൽ നമുക്ക് റേറ്റ് കൂടുതലായിരിക്കും. പിന്നെ അതിൽ എന്തൊക്കെ പ്രിസർവേറ്റീവ്സും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് പോലും നമുക്ക് അറിയത്തില്ല. അപ്പോൾ അതിനേക്കാളും ഭേദം ഇതാണ്. ഇത് വേണമെന്ന് വിചാരിച്ചാൽ കുട്ടികൾക്കും കൊടുക്കാം. തീരെ ചെറിയ കുട്ടികൾക്കെന്നല്ല, ഒരു 6-7 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക്, ഒരു 7-8 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് വേണമെങ്കിലൊക്കെ ഇത് കുറേശ്ശൊക്കെ കൊടുത്തു തുടങ്ങാം. ഇത് മാത്രമായിട്ട് കൊടുക്കരുത്, ജസ്റ്റ് ഒരു ചെറിയൊരു ഗ്ലാസ്സിൽ വേണമെങ്കിലൊക്കെ കലക്കി കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അണ്ടർലൈൻ അസുഖങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഇത് കൺസ്യൂം ചെയ്യേണ്ടത്. കാരണം ചിലപ്പോൾ ചില ആളുകൾക്ക് ഇതിലത്തെ ചില ദാലുകളോ ചില പൾസസോ ഒന്നും ചിലപ്പോൾ അവർക്ക് ചില സീഡുകൾ അലർജീസ് ഉള്ളവർ കാണും. ദാൽസിനോട് അലർജീസോ എന്തെങ്കിലും അസുഖം കാരണത്താൽ കഴിക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവരൊക്കെ അതെല്ലാം നോക്കിയിട്ട് വേണം ഇത് കൺസ്യൂം ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പരിപ്പ് വർഗ്ഗങ്ങൾ, ദാൽസ് അല്ലെങ്കിൽ പൾസസൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. വേറെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ തൽക്കാലം ഇത്ര മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. പയറും ഒക്കെ നിങ്ങൾക്ക് മറ്റേ പച്ചപ്പയറില്ല, കഞ്ഞിപ്പയർ, അതും ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ കഞ്ഞിപ്പയർ ആഡ് ചെയ്തിട്ടില്ല. തൽക്കാലത്തേക്ക് ഇത് മതി. നമുക്ക് നെക്സ്റ്റ് ബാച്ച് ഉണ്ടാക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഇച്ചിരി കഞ്ഞിപ്പയർ ആഡ് ചെയ്യാം, കിഡ്നി ബീൻസ് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം. അപ്പോൾ എന്തായാലും നമുക്കിത് നല്ല രീതിയിൽ വഴറ്റി മിക്സ് ചെയ്ത് എന്തായാലും വെച്ചേക്കാം. ഓക്കെ, എന്തായാലും ഇത് പൊടിച്ചതിന് ശേഷമുള്ളൊരിത് ഞാൻ എന്തായാലും കാണിക്കാം. ഇതുപോലെ വേണം പൗഡറാക്കി എടുക്കേണ്ടത്. നിങ്ങൾ അരിക്കേണ്ട ആവശ്യം ആക്ച്വലി ഇല്ല. കാരണം സൂപ്പ് കുടിക്കുന്നതുകൊണ്ട് അഥവാ ചെറിയൊരു തരി പോലെ കിടപ്പുണ്ടെങ്കിൽ പോലും പ്രശ്നമില്ല. നമുക്ക് കുടിക്കാൻ കുറച്ചുകൂടെ എന്താ പറയുക, ഒരു ടെക്സ്ചർ കുറച്ചുകൂടെ നന്നായിരിക്കും.